എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വാത്സല്യമുള്ള യൗവനക്കാരായ മക്കളെ, നിങ്ങൾ ഒരു പുതിയ രാജ്യത്തിൽ, പുതിയ അനുഭവത്തിൽ, പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്നു. വർത്തമാന വിവേചനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. സന്തോഷം. ആരാധന, പഠനം, സാക്ഷ്യം, സേവനം എന്നീ ചതുർമുഖ പരിപാടികളിലൂടെ നിങ്ങൾക്ക് സഖ്യത്തിൽ തുടരാനും പ്രവർത്തിക്കാനും ദൈവം തരുന്ന അവസരത്തിലും പുതിയൊരു അനുഭവത്തിനും ഇടയാക്കുന്ന ദൈവസ്തുതി. പുതിയൊരു വർഷം അനുഗ്രഹകരമായ ഒരു അനുഭവമാവട്ടെ നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ അവിടുത്തെ ജീവിതവും ജോലിയും മുഖാന്തരങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് തിരുവചന പഠനം, സഭയുമാണ് ബന്ധം, സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം, സാക്ഷ്യമുള്ള ജീവിതം, അനുഗ്രഹകരമായ ചുറ്റുപാട്. ഇതെല്ലാം ദൈവത്തിന് ധാരമാണ്. കാനഡ വളരെ മനോഹരമായ രാജ്യമാണ്. അവിടെ താമസിച്ച് പ്രവർത്തിക്കുക, ആരാധിക്കുക എന്ന് പറയുന്നതിന്റെ സന്തോഷമാണ്. ലോകത്തിലെ വലിപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നായ കാനഡയിൽ നിങ്ങൾക്ക് താമസിക്കാൻ, ആരാധിക്കാൻ ദൈവം തന്ന ഒരു നല്ല സന്ദർഭം എന്ന് മനസ്സിലാക്കണം. ബേസിക് ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ചർച്ചസ് എന്താകുമെന്ന് പഠിച്ച് മനസ്സിലാക്കണം. കർത്താവിനെ സാക്ഷിക്കുന്ന അപ്പോസ്തലന്മാരുടെ പ്രഖ്യാപനമാണ് അടിസ്ഥാനപരമായ ഫെയ്ത്ത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, സൺ ഓഫ് ദ ലോർഡ്, സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന് പത്രോസ് അപ്പോസ്തലന്റെ പ്രഖ്യാപനം. ഓ ജീസസ്, യു ആർ മൈ ലോർഡ്, ഗോഡ് ആൻഡ് സേവിയർ എന്ന് തോമസ് അപ്പോസ്തലന്റെ പ്രഖ്യാപനം. ഇതാണ് ബേസിക് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇതെന്താകുന്നതെന്ന് നിങ്ങൾ പഠിക്കണം. സഭ എന്താകുന്നത് പഠിക്കണം. നിങ്ങൾ ആരാകുന്നത് പഠിക്കണം. ഒരു അന്വേഷണ ത്വര ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവണം. അവിടെയുള്ള നിങ്ങളുടെ ജീവിതം, സഖ്യ മീറ്റിങ്ങുകളും ഓരോ ദിവസവും ക്രിസ്തു എന്ന രക്ഷയിലേക്കുള്ള നയിക്കുന്നതിന് മുഖാന്തരങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വളരാനും സന്ദർഭമാണ്. I wish all wishes for the new Evangelism leaders, and I pray for God's blessings upon you. May the good Lord bless you, keep you under His wings. My praise, God bless you. Thank you.